പാലക്കാട് മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ അപേക്ഷകരുടെ നീണ്ട നിരയാണുള്ളത്. നിരവധി പേരാണ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അപേക്ഷ നൽകിയത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 5 പേരുടെ പേരാണ് സജീവ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനോടകം 1/2 ഡസനിലേറെ ആളുകളാണ് KPCC നേതാക്കൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ അപേക്ഷ നൽകിയത് നിരവധി പേര്. AICC ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചവരുടെ എണ്ണവും കുറവല്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC സെക്രട്ടറിയും മുൻ നഗരസഭാ അംഗവുമായ PV രാജേഷ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ Dr. P സരിൻ എന്നീ പേരുകളാണ് സജീവ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപേക്ഷ നൽകിയവരിൽ ചിലർ കഴിഞ്ഞ ദിവസം പാലക്കാട് AICC സെക്രട്ടറി PV മോഹനുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഡൽഹിയിൽ നേരിട്ട് അപേക്ഷ നൽകിയവരുമുണ്ടെന്നാണ് റിപ്പോർട്ട്. വിജയസാധ്യത സർവേയുടെ ഫലം വന്നാൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ. അതേസമയം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ മത്സരിക്കാനുള്ള താൽപര്യം അറിയിച്ച് DCC അധ്യക്ഷൻ A തങ്കപ്പൻ രംഗത്തെത്തിയിരുന്നു. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് A തങ്കപ്പൻ അന്ന് പറഞ്ഞത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി പല നേതാക്കളുടെയും പേരുകൾ ചർച്ചയാകുന്നതിനിടയിലായിരുന്നു തനിക്കും സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം പുറത്തുവന്നത്. അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ നിന്നും യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. പാലക്കാട് മുൻ MLA ഷാഫി പറമ്പിലിനും രാഹുലിനെ മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഷാഫിയുമായി വളരെ അടുപ്പമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം ഷാഫിക്കൊപ്പം തന്നെ രാഹുൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. രാഹുലിനെ പോലൊരു യുവ നേതാവ് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ജില്ലയ്ക്കകത്ത് തന്നെയുള്ള നേതാവ് മത്സരിക്കട്ടെ എന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. ആര് മത്സരിച്ചാലും ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയർത്തുന്നത്. ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDFന് 52,779 വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. അതായത് രണ്ടാമതെത്തിയ BJPയേക്കാൾ 9,707 വോട്ടിന്റെ ഭൂരിപക്ഷം. നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. ഇതേ ട്രെൻഡ് തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസും പറയുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ VK ശ്രീകണ്ഠൻ വിജയിച്ചപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലവും UDFനൊപ്പമാണ് നിന്നത്. 9,707 വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്ന് VK ശ്രീകണ്ഠന് ലഭിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് 3,859 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ആ ഫലത്തെ താരതമ്യം ചെയ്യുമ്പോൾ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ BJPയേക്കാൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത് UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നുണ്ട്. 43,072 വോട്ടുകളാണ് BJPക്ക് നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. LDFന് 34,640 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തായിരുന്നിടത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്കെത്താൻ BJPക്ക് കഴിഞ്ഞു. 75,000 വോട്ടിന്റെ ആധികാരിക വിജയമാണ് VK ശ്രീകണ്ഠൻ പാലക്കാടിന്റെ മണ്ണിൽ നേടിയത്. എന്തായാലും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഒരു യുവ നേതാവിന് തന്നെ നറുക്കു വീഴുമെന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്.